ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ പേര് ബുഷ്ര. കയ്പമംഗലം പനമ്പിക്കുന്ന് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. വൻകുടലിൽ ക്യാൻസർ ആയിരുന്നു. 2 വർഷം മുൻപ് വെങ്ങാര സാറിൻ്റെ കീഴിൽ ഓപ്പറേഷൻ കഴിഞ്ഞു. 5 വർഷത്തേക്ക് വീണ്ടും തിരിച്ച് അസുഖം വരില്ല എന്നും പൂർണ്ണ ആരോഗ്യവതിയാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ 2.5 മാസങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടുകയും ഡോക്ടറെ കാണുകയും അദ്ദേഹം പെറ്റ് സ്കാനിങ്, CT സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ പറയുന്നു 4 സ്പ്രെഡായി, ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പോയില്ല. സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇനി ഈ അസുഖം തിരിച്ചു വരുമോ രണ്ടാമത് ഓപ്പറേഷൻ ചെയ്താൽ? അത് സാറ് ഉറപ്പ് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ പോയില്ല. ഇപ്പോൾ ഞാൻ 2 വർഷം കഴിഞ്ഞു, യാതൊരു ട്രീറ്റ്മെൻറ്റും ക്യാൻസറിനെ കുറിച്ച് എടുക്കുന്നില്ല. ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, കിഡ്നി പേഷ്യൻ്റാണ്. അതിനൊക്കെ മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്രഷർ, അങ്ങനെ എല്ലാവിധ അസുഖങ്ങളും ഉണ്ട്. ശരീരമാസകലം വേദന, ഉറക്കമില്ലായ്മ, മോശം പോകാൻ ബുദ്ധിമുട്ട്, യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, സകല ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കലെയാണ് കാട്ടൂർ എന്ന സ്ഥലത്ത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചൊരു മനുഷ്യൻ, അത്ഭുത മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന് 25 വർഷം മുൻപ് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഡോക്ടർമാർ കൈയൊഴിഞ്ഞൊരു കേസായിരുന്നു അത്. 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ സമയം പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. എല്ലാവരും ഭയങ്കര വിഷമത്തിലും മറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വിവാഹിതനായി 5 കുഞ്ഞുങ്ങൾ അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇവരൊന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞാൻ പോയി. അങ്ങനെ പോയി. അൽഹംദുലില്ലാ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന്, ഫ്രാൻസിസ് അസീസി സാറിൽ നിന്നും സിമി അസീസിയിൽ നിന്നും സ്നേഹയോഗ പരിചരണം ലഭിച്ചു, സമാധാനം ലഭിച്ചു. അവരുടെ വാക്കുകളിൽ വളരെയധികം സമാധാനം, നമ്മൾക്ക് ധൈര്യവും പകർന്നു തന്നു. സ്നേഹയോഗ തെറാപ്പിയും ചെയ്തു. വേദനകൾക്ക് 100% എന്ന് പറയാം ആശ്വാസമുണ്ട്. അവരൊക്കെ ഒന്ന് അവരുടെ കൈ നമ്മുടെ ഞരമ്പുകളിൽ പതിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആശ്വാസം ലഭിക്കുകയാണ്. ഞാനിത് പുകഴ്ത്തി പറയുന്നതല്ല, അനുഭവം കൊണ്ട് പറയുന്നതാണ്, സത്യമായിട്ടും പറയുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ മോശം നന്നായിട്ട് പോകുന്നുണ്ട്, ഉറക്കമുണ്ട് നന്നായിട്ട്, യൂറിൻ നന്നായി പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്കിത് ഒരാൾ നമ്മളെ കൂടെ ഉണ്ടായി ചെയ്ത് തരണമെങ്കിൽ ഡെയിലി ഒരു നേരമെങ്കിലും നമ്മൾക്ക് വേദനയില്ലാതെ മരിക്കുന്നവരെയും ജീവിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലുത് ധൈര്യമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഏത് അസുഖത്തെ, ഏത് പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നമുക്ക് മറികടക്കാൻ കഴിയും. അതാണ് ഫ്രാൻസിസ് അസീസ് സാറും സിമി മാഡം പറയുന്നത്. അവർ പൈസയ്ക്ക് ആഗ്രഹിച്ചിട്ട് ഇരിക്കുന്നവരല്ല. 10 പൈസ നമ്മളിൽ നിന്നും അവർ വാങ്ങുന്നില്ല. ഫീസില്ലാതെയാണ് അവർ ചികിത്സിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി എത്രയോ മണിക്കൂറാണ് അവർ ചിലവഴിക്കുന്നത്. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും കേട്ട് നമ്മൾക്ക് അതിൻ്റേതായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് സ്നേഹത്തോടു കൂടിയുള്ള അവരുടെ പരിചരണത്തിൽ 100% വേദനകൾക്ക് ആശ്വാസമുണ്ട്. എൻ്റെ അനുഭവമാണ്. ഞാൻ ഇന്നും കൂടി പോയതാണ്. ഞാനൊരാഴ്ചയായിട്ട് മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. കഴുത്ത് മുതൽ കാണ്ട് കുറ്റി വരെ എനിക്ക് വേദനയാണ്. ഞാനങ്ങനെ ഇന്ന് പോയി സാറിൻ്റെ അടുത്ത്. ഫ്രാൻസിസ് അസീസ് സാറും സിമി മാഡം കൂടി എനിക്ക് പരിചരണം ചെയ്തു മണിക്കൂറുകൾ എടുത്തിട്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാ, നല്ല ആശ്വാസമുണ്ട് എനിക്ക്. ഞാൻ വന്നു, സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന്. അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ എന്ത് വേദന ആയിക്കോട്ടെ, മൈഗ്രെയിനോ, തണ്ടിൽ വേദനയോ, ഡിസ്കിൻ്റെ വേദനയോ, കൈകാൽ കഴപ്പോ, വെരിക്കോസ്, എന്ത് വേദനകൾ കൊണ്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസം 100% ഉറപ്പ്. വിശ്വാസവും വേണം. അവർ പൈസ വാങ്ങുന്നില്ല, ഇതെന്താണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. വിശ്വാസമാണ് ഏറ്റവും വലുത്, സമാധാനമാണ് ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾക്കിതൊരു ഉപകാരമാവുമെന്ന് കരുതി ഞാൻ വിടുന്നതാണ്. വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അദ്ദേഹത്തെ കാണാം, വിളിച്ച് ചോദിച്ചിട്ട് പോകണം നിങ്ങൾ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് കാണാണ്ട് അറിയില്ല. എന്നിരുന്നാലും ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ ചേർക്കാം. അപ്പോൾ അത് നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് പോയാൽ മതി, എളുപ്പമാണ്. ഓക്കെ, എനിക്ക് അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു എന്താ പറയുക സമാധാനമാണ്.
നമ്മൾ പെൺമക്കൾക്ക് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അമ്മമാരെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കിട്ടുന്ന പരിചരണം, സന്തോഷം, സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും. നമ്മളൊരു അംഗത്തെ പോലെ അവർ കാണുന്നത്. എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് കിട്ടുന്നില്ല. അള്ളാഹു അവർക്ക് ആരോഗ്യം, ആയുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ. അവർക്ക് ഒരുപാട് കാലം ജീവിക്കാൻ, വേദനയില്ലാതെ സന്തോഷത്തോട് സമാധാനത്തോട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ. എന്നാലല്ലേ നമുക്ക് നമ്മളെപ്പോലുള്ള വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകാൻ പറ്റുള്ളൂ. എനിക്ക് കൈയൊന്നും ഇങ്ങനെ ഉയർത്താൻ പറ്റിയിരുന്നില്ല. കൈ ഇപ്പം എങ്ങനെ വേണമെങ്കിലും എനിക്ക് ഉയർത്താനോ നിവർത്താനോ ബാക്കിലോട്ട് തിരിക്കാനോ ഒക്കെ സാധിക്കുന്നുണ്ട്. കൂടുതലും ഞാൻ പറയുന്നില്ല, സങ്കടം വരികയാണ് എനിക്ക്. അസ്സലാമു അലൈക്കും.